നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറേബ്യൻ ഫോക്കസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലാണ്. ഒട്ടനവധി പ്രവാസി മലയാളികളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച ഒരു മണ്ണാണ് ദുബായ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ ഇക്ബാൽ തക്കരയാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. ഒട്ടനവധി വ്യവസായ സംരംഭങ്ങൾക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുകയാണ് ഇക്ബാൽ തക്കര. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ജുമാദാത്ത് ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് LLC. അതുകൂടാതെ തന്നെ വേറൊരു പ്രസ്ഥാനം കൂടിയുണ്ട്, ലൈഫ് വേ ടെൻസ് LLC എന്ന പ്രസ്ഥാനം. രണ്ട് സംരംഭങ്ങളിലൂടെ ഒട്ടനവധി പേർക്ക് ജോലി കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത്രയും നാളത്തെ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത ഒരു വലിയ നേട്ടമായി നമ്മൾ കാണുന്നത്. ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു 30 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച വേദനകളുടെയും സന്തോഷങ്ങളുടെയും ഒരു നിമിഷത്തെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഇക്ബാൽ തക്കരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കണ്ണൂർ ജില്ലയാണ് ജന്മദേശം. പ്രോപ്പർ കണ്ണൂർ സിറ്റി തന്നെ പറയുന്നത്. സിറ്റി തന്നെ പറയാം. 4 വയൽ എന്ന് പറയും. ഉപ്പാടെ പേര് അബ്ദുൽ ഖാദർ. തക്കര എന്ന് പറയുന്ന ഒരു ഫാമിലി നെയിമാണ്. കുടുംബ പേര് തക്കര. എത്രാമത്തെ മകനായിരുന്നു? 5ാമത്തത്. മൊത്തം കുടുംബത്തിൽ 6 പേര്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കണ്ണൂർ തന്നെയായിരുന്നു. ആനടുക്ക് LP സ്കൂൾ, അത് കഴിഞ്ഞിട്ട് കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹൈസ്കൂൾ. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ ബോംബെയിലായിരുന്നു. ഉപ്പാക്ക് ഈ നെയ്ത്തിന്റെ ജോലിയാണ്, നെയ്ത്ത് ജോലി. നെയ്ത്ത് അറിയാലോ, നമ്മൾ ഹാൻഡ്ലൂമിന്റെ ജോലിയായിരുന്നു ബോംബെയിൽ. സ്കൂൾ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 9th വരെ ഉണ്ടായിട്ടുള്ളൂ. 9th പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ പ്രാരാബ്ദങ്ങളും ഇതൊക്കെ കൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടുന്ന കാലഘട്ടമായിരുന്നു. ഞങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടി തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് തൊഴിൽ സാധ്യത വളരെ കുറഞ്ഞ കാലഘട്ടം. അതെ. അങ്ങനെയാണ് പിന്നെ ദുബൈയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന കുറേ നോക്കി വിസക്കൊക്കെ അപ്പോൾ കിട്ടാണ്ടെന്നപ്പോൾ പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു. നാട്ടിൽ തന്നെ ഒരു ഇലക്ട്രീഷ്യനായിട്ട് ജോലിക്ക് കുറച്ച് നാൾ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പോയി തുടങ്ങി. പിന്നെ അങ്ങനെയാണ് എൻ്റെ പെങ്ങളെ ഭർത്താവ് ഒരു വിസ എനിക്ക് അയച്ചിരുന്നത്. പെങ്ങളെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു. പെങ്ങളെ ഭർത്താവും എൻ്റെ പെങ്ങളെ മകനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ പാസ്പോർട്ടൊക്കെ കീറിച്ചാടിയ ആളാണ്. വിസ കിട്ടായിട്ട് ദേഷ്യം വന്നിട്ട് ഒരുപാട് പ്രതീക്ഷകളാണ്. ഈ മണ്ണിലേക്ക് നമുക്ക് വന്ന് കാല് കുത്താനുള്ള ഒരു യോഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ 1986 ആദ്യമായിട്ട് ഈ ഗൾഫ് രാജ്യത്തേക്ക് വരുന്നത്, ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട്. കാരണം ഏതൊരു പ്രവാസിയും ആദ്യമായിട്ട് ഇവിടെ വരുന്ന ഒരു ജോലി എന്ന സ്വപ്നമായിട്ടാണ് വരുന്നത്. 2 വർഷത്തെ ഒരു സർവന്റ് വിസയിലാണ്. അറബി വീട്ടിലെ ഒരു സർവന്റ് വിസ എന്ന് പറയുമ്പോൾ അവർ അറബിയിൽ അവിടുന്ന് വിസ അവിടെ ജോലിക്ക് പോയിട്ടില്ല, വിസ ജോലിയായിട്ട് വന്ന്. അപ്പോൾ എൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ ഒരു ക്യാൻറ്റീൻ ആയിരുന്നു. എനിക്ക് അവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി എൻ്റെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു. ഞാൻ തന്നെ ഒരു ജോലി അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ഒരു അൽസമീർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഫസ്റ്റ് വന്നപാട് ജോലി ചെയ്തത്. ഒരു പാകിസ്ഥാനി സ്ഥാപനമായിരുന്നു. അതിനകത്ത് 9 വർഷം ഞാൻ ജോലി ചെയ്തു അവിടെ തന്നെ. ആ സമയത്ത് എനിക്ക് ഒരുപാട് വേറെ ഇതൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ ഞാനൊന്നിലും പോയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടുന്ന് വിടുമ്പോൾ ഇനി സ്വന്തമായി തുടങ്ങണം എന്നുള്ള നിശ്ചയം ഉണ്ടായിരുന്നു. ആദ്യത്തെ മാസത്തെ ശമ്പളം എത്രയായിരുന്നു? ആദ്യത്തെ മാസത്തെ സാലറി 700 ദിറംസ് ആയിരുന്നു. അന്നത്തെ 700 ദിറംസ് നാട്ടിലേക്ക് അയച്ചാൽ എത്ര രൂപയാണ്? അന്ന് നമ്മൾ പൈസ അയക്കുന്നത് ഒരു 1000 റുപ്യ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസത്തെ കൂട്ടി വെച്ചിട്ടേ പറ്റൂ. അന്ന് 475 ദിറംസാനം കൊടുത്താലേ നമുക്ക് 1000 ഇന്ത്യൻ റുപ്പീസ് കിട്ടും. ആദ്യത്തെ ശമ്പളം നേരെ വീട്ടിലേക്കാണ് അയച്ചത്. വീട്ടിലേക്ക് അയച്ച വളരെ സന്തോഷത്തോടുകൂടി. അതെ, തീർച്ചയായിട്ടും. എത്രത്തോളം ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും ഇക്ബാൽ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്.
ഒരുപാട് ഇവിടുത്തെ ഈ ഒരു മണ്ണിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുന്നത് എന്നെ മരിച്ചാൽ പോലും എന്നെ ഇവിടെ വെക്കണമെന്ന്. അത്രത്തോളം എനിക്ക് ഇഷ്ടമാണ് ദുബൈ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് നമ്മുടെ കുടുംബം അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ്. 9 വർഷം ആ കമ്പനി ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന്. അങ്ങനെ ആദ്യമായിട്ട് തുടങ്ങിയ സ്ഥാപനം ഏതാണ്? ആദ്യമായിട്ട് തുടങ്ങിയ സ്ഥാപനം ജുമാദാദ് ലൈറ്റിംഗ് എക്യുപ്മെന്റ്, അതായിരുന്നു. ആ ഒരു ബിസിനസ്സുമായിട്ട് തന്നെയായിരുന്നു നേരത്തെ പരിചയമുള്ളത്. അതെ, ആ ഒരു ഞാനൊരു ഇലക്ട്രീഷ്യൻ ആയിട്ടാണ്, നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഇവിടെ ജോലി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീൽഡ് തന്നെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് ഞാൻ ജോലി ചെയ്ത് എൻ്റെ മലയാളീസ് തന്നെ, എൻ്റെ കൂടുതൽ ആൾക്കാർ ഞാൻ ജോലി ചെയ്യുന്നത് മലയാളീസിൻ്റെതാണ്. അവരെനിക്ക് നല്ല നല്ല ജോലികൾ ആ സമയത്ത് തന്നെ തന്ന്, അതുകൊണ്ട് എനിക്ക് പിന്നെ നല്ല ഒരു ഡെവലപ്പ് ആയി. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് കൂടുതലും മലയാളീസിൻ്റെ ജോലി. ജുമാ എന്ന് പറയുന്ന എൻ്റെ സ്പോൺസറെ പേരാണ്. സ്പോൺസർ ഞാനുമായിട്ട് വളരെ ലോക്കൽ അറബിയാണ്. പുള്ളി നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വളരെ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടി ഒരു പ്രത്യേക ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജുമാദാദ് മുഹമ്മദ് അൽ ബലൂച്ച്. അങ്ങനെയാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. എനിക്കിപ്പോ ആ പുള്ളിന്റെ പേരിൽ തന്നെ ഒരു 5 ലൈസൻസോളം ഉണ്ട്. 5 പ്രസ്ഥാനങ്ങളുണ്ട്. അതെ, അത് മൊത്തം ഈ ഒരേ ആൾ തന്നെയാണ് അതിന്റെ സ്പോൺസർ. ലൈഫ് വേ ടെൻസിന്റെയും ജുമാദാദ് തന്നെയാണ്. അതെ, എല്ലാം ജുമാദാദ് ബെറ്റർ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇത് തന്നെയാണ്. ജുമാദാദ് ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ്. ആക്ച്വലി ജുമാദാദ് ലൈറ്റിംഗ് എക്യുപ്മെന്റ് LLC എന്നാണ് പേരെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കാണ്. ഞങ്ങളാണ് ഇവിടുത്തെ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഏകദേശം വർക്ക് ചെയ്യുന്നത് ഈ ജുമാദാദ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. കാരണം നമുക്ക് ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നു, അതോടൊപ്പം അതിന് വർക്കും ചെയ്തു കൊടുക്കുന്നു. പിന്നെ വില്ലകൾ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റുകൾ, ഇവരൊക്കെ വർക്കുകൾ മൊത്തമായിട്ട് എടുക്കുക. അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് ഏതൊരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം ജുമാദാദ് ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ് LLCയുടെ വിജയവും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അത് എത്രത്തോളമാണ് ഇക്ബാൽക്ക? അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സപ്പോർട്ടാണ്. നമ്മൾ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് എല്ലായിടത്തും ഇപ്പം നമ്മൾ 20 വർഷം മുമ്പ് ചെയ്ത അതേ കമ്പനിയിലുള്ള ജോലി ഇപ്പോഴും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ജുമാദാദിന് അങ്ങനെ ഒരു പേര് ഉണ്ട്. ജുമാദാദിന് എവിടെ ജോലി ചെയ്തിനെങ്കിലും പിന്നെ വീണ്ടും വിളിക്കും എന്തായാലും. കാരണം അത്രത്തോളം ബെറ്റർ സർവീസ്, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സും ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. 24 hours സർവീസാണ്. ഒരു സർവീസ് സെക്ടറിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അതിന് നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രോപ്പർ സർവീസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്കത് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്? ഇതുവരെ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 100% തന്നെ പറയാം. കാരണം ആരും ഞങ്ങളെ ഇപ്പൊ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് പറയുന്നത്, എല്ലാവരും പറയുന്നത് മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് ഇപ്പൊ കൂടുതലാണെന്നാ പറയാൻ. പക്ഷെ എന്നാലും വർക്ക് തരും. കാരണം എന്നാ അവർ പറയും ഇത് പറഞ്ഞാൽ നിന്റെ സർവീസിന്റെ മാത്രം ഇതുകൊണ്ടാണ്. സർവീസിന് വിട്ടുവീഴ്ചയില്ല. കാരണം ബെറ്റർ സർവീസ് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും മേഖലയിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത്. ഒരു സർവീസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാൻ പവറാണ്. എംപ്ലോയീസിന്റെ ഒരു വലിയ സപ്പോർട്ട് എത്രത്തോളമാണ്? എൻ്റെ കമ്പനിയിലുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞത് വളരെ സപ്പോർട്ടഡ് ആണ് എനിക്ക്. അത് ഏത് സമയത്ത് വിളിച്ചാലും രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് അവരോട് ഞാൻ പറയുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടോ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരപ്പം എഴുന്നേറ്റ് പോകും. പിന്നെ അത് കൂടാണ്ട് തന്നെ എനിക്ക് 24 hours വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ 2-3 ആൾക്കാർ അവരെ തന്നെ ഉണ്ട്, നമ്മളെ ടീമിൽ തന്നെ ഉണ്ട്. അവർക്ക് ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. അവർ അതിനൊന്നും യാതൊരു മടിയും ഇതുവരെ കാണിച്ചിട്ടില്ല. എൻ്റെ ഈ വിജയത്തിന് എൻ്റെ മെയിൻ സപ്പോർട്ട് എൻ്റെ സ്പോൺസർ, പിന്നെ എൻ്റെ ജോലിക്കാർ. അതാണ് എംപ്ലോയീസിൻ്റെ ഒരു വലിയ നിസ്വാർത്ഥമായ ഒരു സേവനം നമ്മുടെ ഏതൊരു പ്രസ്ഥാനത്തെയും വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈഫ് വേ ടെൻസ് LLC എന്നൊരു പ്രസ്ഥാനമുണ്ട്. എന്താണ് ലൈഫ് വേ ടെൻസ് എന്ന് പറഞ്ഞാൽ? ലൈഫ് വേ ടെൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഈ കാർ പാർക്കിങ്ങുകൾ ഇതൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റിൻ്റെ വർക്കുകൾ നമ്മളത് ഈ ജാഫ്സയിലുള്ള ഇപ്പോൾ ഇവിടെ DIPയിൽ പെപ്സിൻ്റെ കംപ്ലീറ്റ് ജോബ് ഞങ്ങളാണ് ചെയ്യുന്നത്. ഈ ടെൻറ്റുകൾ, അതേപോലെ ഈ പള്ളിയിലൊക്കെ വരുന്ന വലിയ കനോപ്പി, ഇതൊക്കെയാണ് ഈ ലൈഫ് വേ ടെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ മാനുഫാക്ചറിംഗ് ഉണ്ട്, ഫിക്സിംഗ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഈ 2 സ്ഥാപനങ്ങളിലും കൂടി എത്ര എംപ്ലോയീസ് ആണുള്ളത്? 120 എംപ്ലോയീസ് ഉണ്ട്. ഇതെല്ലാവരും അപ്പുറം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടാണുള്ളത്.
ഇന്ന് 120 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ തീർച്ചയായും 120 കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം പടച്ച തമ്പുരാൻ നമുക്ക് തന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇക്ബാൽ ഇക്കായെ കൊണ്ട് 120 കുടുംബങ്ങൾ ജീവിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു മനസ്സിൽ. ഭയങ്കര സന്തോഷമാണ്. എപ്പോഴെങ്കിലും അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, നമ്മളൊരു എംപ്ലോയി ആയി വന്ന്, നമ്മൾ ആഗ്രഹിച്ചതല്ല, എല്ലാം നമുക്കൊരു നിമിത്തം പോലെ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അതിനൊരു അവകാശവും അതിനുള്ള ഒരു അർഹതയും നമുക്ക് പടച്ച തമ്പുരാൻ തന്നു എന്നുള്ളതാണ്. ആ വിശ്വാസവും ആ പ്രാർത്ഥനയും എത്രത്തോളമാണ് ഇക്ബാലിക്കയുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു വിശ്വാസം തന്നെയാണ് ജീവിതം നമ്മൾ ഇത്രത്തോളം എത്തിയത്. നമ്മളെ ഒരു ധൈര്യവും ആ ഒരു വിശ്വാസം, പിന്നെ ആൾക്കാരെ സപ്പോർട്ട്, അതൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു വർക്ക് തരുന്ന ഒരു ക്ലയന്റ് ഉണ്ട്, അവർക്ക് കൂടി ഇതിനുള്ള അവകാശമുണ്ട്. ഈ വിജയത്തിന്റെ ഒരു പ്രധാന പങ്ക് അവർക്കുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കളാണ്. എത്രത്തോളമാണ് ഉപ്പായും ഉമ്മായി ഇക്ബാലിക്കയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ ദുബൈയിൽ വന്ന് 1 വർഷം കൊണ്ട് എൻ്റെ വാപ്പ മരണപ്പെട്ടിരുന്നു. എൻ്റെ ദുബൈയിലുള്ള ആ ഒരു ഇതും വാപ്പാക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, കാണാൻ സാധിച്ചില്ല. കാരണം എന്താ പറയുക, വാപ്പാക്ക് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മദർ അത് ശരിക്ക് എല്ലാ ഇതും ആസ്വദിച്ച്, ഇപ്പോൾ ഉമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ. അതുവരെ ഉമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? വിവാഹം കഴിച്ചത് എൻ്റെ അടുത്ത് തന്നെയാണ്, വീട്ടിൻ്റെ അടുത്ത് തന്നെ, കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. കണ്ണൂർ താണ എന്ന് പറയുന്ന പ്രദേശത്ത്. വൈഫിന്റെ പേര് സുമയ്യത്ത്. കുട്ടികൾ 3. മൂത്തയാള് പെൺകുട്ടി, പേര് അവളെ ഫാത്തിമത്തുൽ ഇർഫാന. അവളെ MBBS പഠിക്കുന്നു, 2nd ഇയർ, MES പെരിന്തൽമണ്ണയിലാണ്. പിന്നെ 2ാമത്തെ മകള് ഫാത്തിമത്തുൽ ഷഫാന, അവള് +2 ഇവിടെ ഗൾഫ് മോഡൽ സ്കൂളിൽ പഠിക്കുന്നു. 3ാമത്തത് ഒരു മകനാണ്, അവന് 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മുഹമ്മദ് ഇഫ്രാസ്. അവനിപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അവൻ LKG 1 പോകുന്നു. ഒരു സന്തോഷമായൊരു കുടുംബജീവിതവും ഇക്ബാലിക്കയുടെ വിജയത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് ആ കുടുംബത്തിന്റെ? 100% തന്നെ. എൻ്റെ കൂടെ, എൻ്റെ ബിസിനസ്സിലും കൂടി എൻ്റെ വൈഫ് പങ്കാളിയായിരുന്നു. ശരിക്കും എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യായിരുന്നു വൈഫ്. ആ വൈഫിന്റെ സപ്പോർട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ. വളരെ ഒരു ബുദ്ധിമുട്ട് ഒരു സമയത്ത്, ബിസിനസ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് വന്ന് കയറിയതോടുകൂടിയാണ് പിന്നെ ബിസിനസ് വീണ്ടും ഒന്ന് ഡെവലപ്പായത്. ഇവിടെ തീർച്ചയായും നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ദുബായിൽ കൾച്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് കൂട്ടായ്മകളുണ്ട്, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും അതിനും സമയം കണ്ടെത്തി പോകാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു കണ്ണൂർ സിറ്റി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അത് ശരി. പിന്നെ അതേപോലെ തന്നെ ആനടുക്ക കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനത്തിനൊക്കെ ഞാൻ പോകാറുണ്ട്. KMCCയിൽ എല്ലാ ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലെല്ലാം പോകാറുണ്ട്. KMCCയിൽ ഭാരവാഹി കൂടിയാണ്. 1986 ആദ്യമായിട്ട് അളിയൻ ഒരു വിസ തരുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ലാതെ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് മാത്രമാണ് ഈ മണ്ണിൽ വന്നിറങ്ങുന്നത്. തീർച്ചയായും അവിടെ അളിയനെയും ബുദ്ധിമുട്ടിക്കേണ്ട, സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് ജോലി കണ്ടുപിടിക്കണമെന്ന വാശി താങ്കളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എനിക്ക്. എൻ്റെ കുടുംബം, എൻ്റെ കഷ്ടപ്പെട്ട കുടുംബമാണ്, അവരൊക്കെ ഒന്ന് നോക്കണമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ദുബൈയിൽ വരുമ്പോൾ അത് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യമാണ്. അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. 100% പൂർത്തീകരിച്ച് ഇപ്പോൾ എൻ്റെ കുടുംബം ഇത്രയും നല്ലൊരു ലെവലിൽ ജീവിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരെല്ലാവരുടെ പെങ്ങളെ മക്കളും കുട്ടികളും എല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആരും പുറത്ത് ജോലി ചെയ്യുന്നില്ല, എല്ലാവരും എൻ്റെ കമ്പനിയിൽ തന്നെയാണ് ജോലി. അവരെല്ലാം നല്ല സപ്പോർട്ട്. ഈ കഴിഞ്ഞുപോയ 30 വർഷത്തെ പ്രവാസ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പം വളരെ നല്ല സമയത്ത് വന്നു. അത് നല്ല കാര്യങ്ങൾ കുറെ ചെയ്യാൻ പറ്റി. സന്തോഷം തന്നെയാണ് അതിൽ. 100%. ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഇനി മുന്നോട്ട് ഇവിടെ ഒരുപാട് ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. നാട്ടില് ബിസിനസ്സൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ബിസിനസ്? നാട്ടില് എനിക്ക് മറ്റേ കോഴി ഫാം ഉണ്ട്, പിന്നെ ഗോഡ് ഫാം ഉണ്ട്. കണ്ണൂർ തന്നെയാണ്, ചീമേനിയിൽ കോഴി ഫാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ബോട്ടിന്റെ ഫിഷിംഗ് ബോട്ടിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. അവിടെയും കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെയും ബിസിനസ് സംരംഭങ്ങൾ വളർത്തുക, ഒരുപാട് പേർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഇവിടുന്ന് എന്തായാലും നമ്മൾ ഒരു പറിച്ചു പോകുന്ന ഒരു പരിപാടി ചിന്തിക്കുന്നേ ഇല്ല. ഇവിടെ ആൾക്ക് എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഒരു ഇതുമില്ല. ഇനിയും ഇത് മുന്നോട്ട്, ഇനി ഈ കഴിഞ്ഞതല്ല ഇനി ഉള്ളതാണ് സമയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പടച്ചോൻ ദീർഘായുസ്സും മനസ്സുഖവും ശരീരസുഖവും നൽകുകയാണെങ്കിൽ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുകയും
ഒട്ടനവധി പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം ഈ തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു അഭിമുഖം അനുവദിച്ചത്. താങ്ക് യു വെരി മച്ച്.